വെറും രണ്ട് സിനിമകളിലൂടെ ഈ വർഷം മോഹൻലാൽ തന്റേതാക്കി മാറ്റിയ കാഴ്ചയ്ക്കാണ് സിനിമാ ലോകം സാക്ഷിയായത്. തുടരും, ലൂസിഫർ എന്നീ 2 സിനിമകളിലൂടെ തന്റെ മാർക്കറ്റ് ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ മോഹൻലാലിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നാലെ തമിഴിലെ പല പ്രോജക്റ്റുകളിലേക്കും ഇപ്പോൾ മോഹൻലാലിന് ക്ഷണം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ശിവകാർത്തികേയനെ നായകനാക്കി വിനായക് ചന്ദ്രശേഖരൻ ഒരുക്കുന്ന സിനിമയിൽ മോഹൻലാലും പ്രധാന വേഷത്തിലെത്തുന്നു എന്ന വാർത്ത അടുത്തിടെ വന്നതുമാണ്. ശിവകാർത്തികേയന്റെ അച്ഛനായാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ വേഷമിടുകയെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴിതാ തമിഴിലെ മികച്ച സംവിധായകരിൽ ഒരാളായ ത്യാഗരാജൻ കുമാരരാജ തന്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി മോഹൻലാലിനെ സമീപിച്ചെന്നുള്ള റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ സജീവം. വെറും 2 സിനിമകൾ കൊണ്ട് ഇന്ത്യയൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട സംവിധായകനാണ് ത്യാഗരാജൻ കുമാരരാജ. ആരണ്യകാന്ഡം, സൂപ്പർ ഡീലക്സ് എന്നീ 2 സിനിമകൾ ഇന്നും പല സിനിമാ പ്രേക്ഷകരുടെയും ഫേവറേറ്റ് ആണ്. പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും പുതിയ പരീക്ഷണങ്ങളുമായിരുന്നു ഈ 2 ചിത്രങ്ങളും. ആദ്യ ചിത്രമായ ആരണ്യകാന്ഡത്തിലേക്ക് മോഹൻലാലിനെ ത്യാഗരാജൻ സമീപിച്ചിരുന്നു. എന്നാൽ അന്ന് മോഹൻലാൽ ആ വേഷം ഒഴിവാക്കുകയാണ് ചെയ്തത്. ബോളിവുഡ് സൂപ്പർ താരം ജാക്കി ഷെറോഫ് ആണ് പിന്നീട് മോഹൻലാൽ ചെയ്യാനിരുന്ന സിംഗപ്പെരുമാൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അത് അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റായി മാറുകയും ചെയ്തു. ഇത്തവണ വന്ന അവസരം നഷ്ടപ്പെടുത്തരുതെന്നാണ് ആരാധകർ മോഹൻലാലിനോട് ആവശ്യപ്പെടുന്നത്. ഈ പ്രൊജക്ടുകൾ മാത്രമല്ല, സൂര്യനായകനാക്കി ജിത്തു മാധവൻ ഒരുക്കുന്ന ചിത്രത്തിലും മോഹൻലാലിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. കൂടാതെ ഗുഡ് ബാഡ് അഖിലിക്ക് ശേഷം ആദിക് രവിചന്ദ്രൻ അജിത്തിന്റെ നായകനാക്കി ഒരുക്കുന്ന ചിത്രത്തിലും മോഹൻലാലിന്റെ സാന്നിധ്യമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സംവിധായകരും മോഹൻലാലിനെ അവരുടെ സിനിമകളിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്.